ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം. സംസ്ഥാനത്ത് ഏതാനും വർഷങ്ങൾക്കിടെ നടന്ന കസ്റ്റഡി കൊലപാതകങ്ങളെക്കുറിച്ച് ജാർഖണ്ഡ് ഹൈക്കോടതി നടത്തിയ കടുത്ത പരാമർശമാണിത്. സാധാരണക്കാരൻ്റെ ജീവന് കാവലാകേണ്ട നീതിപാലകർ തന്നെ കൊലയാളികളാകുന്ന അവസ്ഥയെ കോടതി അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടത്. സംസ്ഥാന സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഒരൊറ്റ ഉത്തരവിലൂടെ 260-ലധികം കസ്റ്റഡി മരണക്കേസുകളിൽ പുതിയ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് ഈ ചരിത്രവിധിക്ക് പിന്നിൽ? നമുക്ക് പരിശോധിക്കാം. അത്രമേൽ ഞെട്ടിക്കുന്ന ആശങ്കാജനകമായ കൊലപാതക കണക്കുകളാണ് ജാർഖണ്ഡിൽ മറനീക്കുന്നത്. 2018-നും 2026-നും ഇടയിൽ മാത്രം ജാർഖണ്ഡിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 427 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സംസ്ഥാനം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് കസ്റ്റഡി മരണ കേസുകളിൽ ജുഡീഷ്യൽ അന്വേഷണം നിർബന്ധമായിരുന്നിട്ടും ഇതിൽ 262 കേസുകളിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുകൾക്ക് പകരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളാണ് അന്വേഷണം നടത്തിയതെന്നും വ്യക്തമാണ്. BJP മുഖ്യമന്ത്രിയായ രഘുബർ ദാസ്, ജാർഖണ്ഡ് മുക്തി മോർച്ച മുഖ്യമന്ത്രിമാരായ ഹേമന്ത് സോറൻ, ചമ്പായ് സോറൻ എന്നിവർ ഭരിച്ചിരുന്ന കാലത്തെ കസ്റ്റഡി കൊലപാതകങ്ങളാണ് നിലവിൽ കോടതി കയറുന്നത്. സർക്കാർ കോടതിയിൽ സമർപ്പിച്ച കണക്കുകളിലെ അവ്യക്തതയും വിചാരണവേളയിൽ കോടതി ചൂണ്ടിക്കാട്ടി. 427 കസ്റ്റഡി മരണങ്ങളെന്നാണ് സർക്കാർ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്നാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റുമാരും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരും നടത്തിയ എൻക്വയറികളുടെ എണ്ണം കൂട്ടിയാൽ 487 മരണങ്ങൾ ഉണ്ടാവുമെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ വലിയ പങ്കും ആദിവാസികളും ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരുമായിരുന്നു. പോലീസും രാഷ്ട്രീയ നേതൃത്വവും പ്രതിക്കൂട്ടിലായ സംഭവങ്ങളിൽ കാര്യമായ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിരുന്നുമില്ല. തുടർന്നാണ് ഇരകളുടെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ ഞെട്ടിക്കുന്ന കൂട്ടക്കൊലകളുടെ കസ്റ്റഡി മരണങ്ങളുടെ കണക്കുകൾ മറന്നീക്കുകയായിരുന്നു. കസ്റ്റഡി മരണങ്ങളുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ ആകെ പിടിച്ചുലച്ച വിധി പുറപ്പെടുവിച്ചത്. നിയമം സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ തന്നെ നിയമം കയ്യിലെടുത്ത് പൗരന്മാരുടെ ജീവൻ അപഹരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അന്തസ്സ് കെടുത്തുന്ന ഒന്നാണെന്ന് കോടതി പറഞ്ഞു. കസ്റ്റഡി മരണങ്ങൾ ഭരണഘടനാ അനുച്ഛേദം 21 ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിന്മേലുള്ള വലിയ കടന്നുകയറ്റമാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പലപ്പോഴും അധികാരികൾ സ്വീകരിക്കുന്നതെന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഈ വിധിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം അതിൻ്റെ വ്യാപ്തിയിലാണ്. ഒറ്റപ്പെട്ട ഒരു സംഭവത്തിലല്ല കോടതി ഇടപെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട 260-ലധികം കസ്റ്റഡി മരണക്കേസുകളാണ് ഇപ്പോൾ പുനരന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കേസുകളിൽ മുൻപ് നടന്ന അന്വേഷണങ്ങൾ സുതാര്യമല്ലായിരുന്നുവെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസുകാർ പ്രതികളാകുന്ന കേസുകൾ അതേ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റുദ്യോഗസ്ഥർ അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അട്ടിമറികളും വീഴ്ചകളും കോടതി ചൂണ്ടിക്കാട്ടി. ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കാൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു ഏജൻസിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണം വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ ജാർഖണ്ഡ് സംസ്ഥാന സർക്കാരിനും പോലീസിനും കോടതിയിൽ നിന്ന് കടുത്ത ശാസനയാണ് നേരിടേണ്ടി വന്നത്. കസ്റ്റഡി മരണങ്ങൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോടതി കുറ്റപ്പെടുത്തി. പല കേസുകളിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് പോലീസ് പ്രവർത്തിച്ചത്. മജിസ്ട്രീരിയൽ അന്വേഷണങ്ങൾ വൈകിപ്പിക്കുക, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ഗുരുതരമായ വീഴ്ചകൾ കോടതിയുടെ മുമ്പിലെത്തിയിരുന്നു. ഈ പുനരന്വേഷണ ഉത്തരവ് വർഷങ്ങളായി നീതിക്കായി കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്കാണ് പ്രതീക്ഷ നൽകുന്നത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടാതെ കസ്റ്റഡി മരണങ്ങൾക്ക് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ഉറപ്പാക്കാനുള്ള നടപടികളും വിധിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അധികാരത്തിൻ്റെ തണലിൽ ആർക്കും ആരുടെയും ജീവനെടുക്കാൻ അവകാശമില്ലെന്ന ശക്തമായ സന്ദേശമാണ് വിധിയിലൂടെ ജാർഖണ്ഡ് ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്കപ്പുകൾ പീഡന മുറികളാകാനുള്ളതല്ല, മറിച്ച് നിയമം നടപ്പിലാക്കാനുള്ളതാണെന്നുള്ള ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ വിധി രാജ്യത്തെ മുഴുവൻ പോലീസ് സംവിധാനങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്.